BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സോളാർ ഇൻസ്റ്റലേഷനു വേണ്ടി വരുന്ന കാത്തിരിപ്പ് സമയം വെട്ടിക്കുറച്ച് ബഹ്റൈൻ. സൗരോർജ്ജ സംവിധാനങ്ങൾ വീടുകളിൽ സ്ഥാപിക്കാൻ ഇത്രയും നാൾ അപേക്ഷിച്ച് 1 മാസം കാത്തിരിക്കണമായിരുന്നു. എന്നാൽ ഇനി മുതൽ 4 ദിവസത്തിനുള്ളിൽ സൗരോർജ്ജ പ്ലാന്റ് വീടുകളിൽ സ്ഥാപിച്ചു നൽകും. ഇതിനായി എളുപ്പത്തിൽ വായ്പകളും ലഭ്യമാക്കും. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അഫയേഴ്സ് മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഷുറ കൗൺസിലിന്റെ അകം തലാൽ അൽ മന്നായിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് മന്ത്രാലയത്തിന്റെ ഈ നീക്കം. 2060 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കാനുള്ള ബഹ്റൈന്റെ നീക്കത്തിന്റെ ഭാഗമാണ് നടപടികൾ. സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവയിലെല്ലാം കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന്റെ ആവശ്യകത സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികൾ സർക്കാർ നടത്തുകയാണ്. പൊതുജന ബോധവൽക്കരണത്തിനായി ശില്പശാലകൾ, സെമിനാറുകൾ, കോൺഫറൻസുകൾ എന്നിവയും നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ സോളാറിന്റെ പരിസ്ഥിതിക്കും സാമ്പത്തികവുമായ നേട്ടങ്ങൾ വിശദീകരിക്കുകയാണ്. രാജ്യത്തിന്റെ മൊത്തം സ്ഥാപിത സൗരോർജ്ജ ശേഷി 70 മെഗാവാട്ടിലേക്ക് ഉയർന്നിട്ടുണ്ട്. സേവനങ്ങളുടെ പൂർണ്ണമായ ഡിജിറ്റലൈസേഷൻ നടത്തിയതായും ഇൻസ്റ്റലേഷൻ കാത്തിരിപ്പ് സമയം 4 ദിവസമായി കുറച്ചതായും മന്ത്രാലയം അറിയിച്ചു. സോളാർ പദ്ധതിയുടെ സാധ്യതകൾ വിലയിരുത്തുന്നതിനും ഇൻസ്റ്റലേഷൻ നിർണ്ണയിക്കുന്നതിനും സർക്കാർ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് സാധ്യതാ പഠനങ്ങളും നടക്കുന്നു. വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും സൗരോർജ്ജ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും അവരുടെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം മിച്ചമുണ്ടെങ്കിൽ ദേശീയ ഗ്രിഡിലേക്ക് നൽകാനും അനുവദിക്കുന്നു. ഡെവലപ്പർമാർക്കും നിക്ഷേപകർക്കും പവർ പർച്ചേസിംഗ് എഗ്രിമെന്റുകൾ പ്രയോജനപ്പെടുത്താം. ഇത് ഊർജ്ജ ബില്ലുകൾ കുറയ്ക്കുകയും കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയും ചെയ്യും. മാത്രമല്ല, അധിക വൈദ്യുതി വിൽക്കാനും സാധിക്കുന്നു. നിരവധി പ്രാദേശിക ബാങ്കുകളുമായി സഹകരിച്ച് കുറഞ്ഞ പലിശയ്ക്ക് വായ്പകളും ലഭ്യമാക്കുന്നു. ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന 896 തടവുകാർക്ക് ഹമദ് രാജാവ് മാപ്പ് നൽകി. പ്രധാന കേസുകളിൽ ഉൾപ്പെട്ട ചിലർക്കടക്കമാണ് പൊതുമാപ്പ് ലഭിച്ചത്. ശിക്ഷയുടെ ഒരു ഭാഗം പൂർത്തിയാക്കിയവരും ഇതര ശിക്ഷാ പദ്ധതികളിൽ ശിക്ഷ ലഭിക്കുന്നവരും മാപ്പ് ലഭിച്ചവരിലുണ്ട്. ഹമദ് രാജാവ് സിംഹാസനാരൂഢനായതിന്റെ രജത ജൂബിലി ആഘോഷത്തിനിടെയാണ് പ്രഖ്യാപനം. അന്നം നൽകുന്ന നാട്ടിന്റെ ആഘോഷങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് റയ്യാൻ വിദ്യാർത്ഥികൾ ബഹ്റൈന്റെ 53ാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ ഭാഗമായി. സെലിബ്രേറ്റഡ് ബഹ്റൈൻ എന്ന ശീർഷകത്തിൽ നാട് മുഴുകിയ ആഘോഷത്തിൽ മുഴുകുമ്പോൾ വളരെ ആഹ്ലാദത്തോടെ ബഹ്റൈൻ ദേശീയ പതാകയും ഏന്തി ചുവപ്പും വെളുപ്പും നിറങ്ങളിലുള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് റയ്യാൻ മദ്രസ ഹാളിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികൾ ചേർന്ന് വർണ്ണാഭമായ പരേഡും ബഹ്റൈൻ ദേശീയ ഗാനാലാപനം തുടങ്ങിയ വിവിധ പരിപാടികളും നടത്തി. പങ്കെടുത്തവർക്കെല്ലാം മധുര പലഹാരം വിതരണം നടത്തി. റയ്യാൻ അധ്യാപകരും മറ്റ് ഓഫീസ് ജീവനക്കാരും പരിപാടികളിൽ സന്നിഹിതരായിരുന്നു. സ്വദേശിയെന്നോ വിദേശിയെന്നോ ഉള്ള വേർതിരിവില്ലാതെ സമാധാനപരമായി ജോലി ചെയ്ത് ജീവിക്കാൻ സൗകര്യമൊരുക്കി തരുന്ന ബഹ്റൈനിലെ ഭരണാധികാരികളെ എത്ര ശ്ലാഘിച്ചാലും മതിയാവില്ലെന്നും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് എല്ലാവരും വരും കാലങ്ങളിൽ മുന്നേറണമെന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ എല്ലാ വിദ്യാർത്ഥികളും നാടിനും കുടുംബത്തിനും നന്മ ചെയ്യുന്നവരാകണമെന്നും പ്രിൻസിപ്പൽ ലത്തീഫ് ചാലിയം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. റയ്യാൻ സെന്റർ ചെയർമാൻ അബ്ദുൾ റസാഖ് VP മുഖ്യ അതിഥിയായിരുന്നു. ഫക്രുദ്ദീൻ അലി, അഹമ്മദ്, സലീം പാടൂർ, OV ഷംസീർ, സമീർ ഫാറൂഖി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ മലയാളി ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം BMCയിൽ നടന്ന ചടങ്ങിൽ IGP ജോയ്, EV രാജീവൻ, ജയേഷ് താന്നിക്കൽ, ബാബു കുഞ്ഞിരാമൻ, ദീപ ജയചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. രവി മാരാത്ത് ചടങ്ങ് നിയന്ത്രിച്ചു. ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ച ചടങ്ങിൽ പുതിയ ഭരണസമിതി രൂപവൽക്കരിച്ചു. ബഹ്റൈൻ മലയാളി ഫോറത്തിന്റെ പുതിയ പ്രസിഡന്റായി IGP ജോയ്, ജനറൽ സെക്രട്ടറിയായി ജയേഷ് താന്നിക്കൽ, ട്രഷററായി സുനീഷ് മാവേലിക്കര എന്നിവരെ തെരഞ്ഞെടുത്തു. അമ്പിളി ഇബ്രാഹിം വൈസ് പ്രസിഡന്റായും റെജീന ഇസ്മയിൽ ജോയിന്റ് സെക്രട്ടറിയായും ശിവാംബിക മെമ്പർഷിപ്പ് സെക്രട്ടറിയായും മനോജ് പീലിക്കോട് എന്റർടൈൻമെന്റ് സെക്രട്ടറിയായും തോമസ് ഫിലിപ്പ് മീഡിയ കൺവീനറായും EV രാജീവൻ അഡ്വൈസറി ബോർഡ് ചെയർമാനായും പ്രേംപിള്ള, ബാലു എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും 2025-27 കാലയളവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടൊപ്പം 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു. സാംസ്കാരിക, ജീവകാരുണ്യ, കലാ, സാഹിത്യ, കായിക, സ്ത്രീ ശാക്തീകരണ മേഖലകളിലെ വിവിധ പരിപാടികൾ നടത്താൻ ബഹ്റൈൻ മലയാളി ഫോറം പുതിയ കമ്മിറ്റി തീരുമാനിച്ചു. ഫോറത്തിലേക്ക് അംഗങ്ങളാകാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. 3956-283 എന്ന നമ്പറിലോ 38424533 എന്ന നമ്പറിലോ 39096157 എന്ന നമ്പറിലോ ബന്ധപ്പെടാം.
കുട്ടമ്പുഴ ഉരുളൻതണ്ണി വലിയ കണാശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ കുട്ടമ്പുഴയിലും കോതമംഗലത്തും ചൊവ്വാഴ്ച ഹർത്താൽ നടത്തുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. രാവിലെ 10-ന് DF ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തും. കോടിയാട്ട് വർഗീസിന്റെ മകൻ എൽദോസ് ആണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഉരുളൻതണ്ണി ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് കണ്ണാഞ്ചേരിക്ക് പോകുന്ന വഴിയിലാണ് സംഭവം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി മൃതദേഹം റോഡിൽ നിന്ന് നീക്കാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രാത്രി വൈകിയും കഴിഞ്ഞില്ല. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടർന്നതോടെ 4 മണിക്കൂറിന് ശേഷം എറണാകുളം ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. കളക്ടർക്ക് നേരെയും നാട്ടുകാരുടെ രൂക്ഷ പ്രകടനമുണ്ടായി. സ്വകാര്യ സെക്യൂരിറ്റി സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രി 8:30 KSRTC ബസ്സിൽ ഉരുളൻതണ്ണി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകും വഴിയാണ് കാട്ടാന എൽദോസിനെ ആക്രമിച്ചത്. ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് 250 മീറ്റർ മാറി കിണാശ്ശേരി അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് എൽദോസിനെ ആന ആക്രമിച്ചത്. ഇരുവശവും കാടായ ഇവിടം പിന്നീടാണ് ജനവാസ മേഖല. ഇതുവഴി കടന്നുപോയ ഓട്ടോ ഡ്രൈവറാണ് റോഡിൽ എൽദോസിന്റെ മൃതദേഹം കണ്ടത്. ആനയുടെ ചവിട്ടേറ്റാണ് മരണമെന്ന് കരുതുന്നു. എൽദോസിന്റെ ശരീരം ഛിന്നഭിന്നമായ നിലയിലായിരുന്നു. എൽദോസിന്റെ മാതാവ് റീത്ത, സഹോദരി ലീലാമ്മ. ഒഴിവുകൾ നികത്താത്തത് മൂലം വിവിധ തസ്തികകളിൽ ജീവനക്കാരില്ലാത്ത സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാകുന്നതായി ആരോപിച്ച് KSEBയിൽ ഇടതനുകൂല യൂണിയനുകൾ സമരത്തിന്. നിയമനങ്ങൾ നടത്താതെ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന നിലപാടുകൾക്കെതിരെയാണ് ഇലക്ട്രിസിറ്റി എംപ്ലോയ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സമരം നടക്കുക. 5 മാസത്തിനകം 1579 പേർ വിരമിക്കുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യമാണുള്ളത്. ജീവനക്കാരുടെ കുറവ് കാരണം നിലവിലുള്ളവർ സമയത്തിനതീതമായി ജോലി ചെയ്യേണ്ടി വരുന്നു. അമിത ജോലിഭാരം കാരണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനാകാതെ പൊതുജനങ്ങൾക്ക് സേവനം നൽകേണ്ട സാഹചര്യവുമുണ്ട്. ജീവനക്കാരുടെ കുറവ് സമയബന്ധിത സേവനങ്ങളെ ബാധിക്കുന്നതിനാൽ ഉപഭോക്താക്കളുടെ പ്രതിഷേധവും നേരിടേണ്ടി വരുന്നു. റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച 30,321 തസ്തികകളിൽ അധികരിക്കാത്ത രീതിയിൽ നിയമനവും സ്ഥാനക്കയറ്റവും നടത്താമെന്നും സംഘടനകൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് അന്തിമമായി ജീവനക്കാരുടെ എണ്ണം റീസ്ട്രക്ചറിംഗിന്റെ ഭാഗമായി തീരുമാനിക്കാമെന്നും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പ് പാലിക്കാതെ നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ 912 നിയമനങ്ങൾ നടത്താമെന്നും സാങ്ഷൻ സ്ട്രെങ്ത് അനുസരിച്ച് മുഴുവൻ സ്ഥാനക്കയറ്റവും നടത്താമെന്നും തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ 912 നിയമനങ്ങളിൽ 302 എണ്ണം നടത്താമെന്നും ശേഷിക്കുന്നത് ഘട്ടം ഘട്ടമായി നടത്താമെന്ന തീരുമാനമാണ് സംഘടനകളെ പിന്നീട് അറിയിച്ചത്. സാങ്ഷൻ സ്ട്രെങ്തിങ് അനുസരിച്ച് 9,835 ജീവനക്കാരുടെയും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച് നൽകിയ എണ്ണം അനുസരിച്ച് 3,634 ജീവനക്കാരുടെയും കുറവാണുള്ളത്. 2025 മെയ് 31 വരെയുള്ള വിരമിക്കൽ കൂടി കണക്കിലെടുത്താൽ ഇത് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ആന എഴുന്നള്ളിപ്പുകൾ നടത്താനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. അതേസമയം മൃഗസ്നേഹികളുടെ സംഘടന തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. തങ്ങളുടെ വാദം കേൾക്കാതെ ഹർജികളിൽ തീരുമാനമെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് 3 തടസ്സ ഹർജികളും സുപ്രീം കോടതിയിലെത്തി. മതപരിപാടികൾ, ഉത്സവങ്ങൾ, മറ്റു പരിപാടികൾ തുടങ്ങിയവയിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിനാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവിറക്കിയത്. ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പരിപാടിയുടെ സംഘാടകർ ഉറപ്പാക്കണം. എഴുന്നള്ളത്തിൽ 3 മണിക്കൂറിൽ കൂടുതൽ നിർത്തരുത്. നല്ല ഭക്ഷണം, വിശ്രമം, എഴുന്നള്ളപ്പിന് ആവശ്യമായ സ്ഥലം, പൊതുജനങ്ങളിൽ നിന്ന് നിശ്ചിത ദൂരം എന്നിവയായിരുന്നു പ്രധാന മാർഗനിർദ്ദേശങ്ങൾ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.